പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത കൊടുത്ത സമയത്ത് ഇത് മനസ്സിലാക്കാത്ത മാധ്യമങ്ങളൊക്കെ തന്നെ അവരുടേതായ രീതിയിൽ വലിയ മോശം സൃഷ്ടിച്ചുകൊണ്ട് തോന്നിയ രീതിയിൽ ഇവർ എഴുതി വിട്ടു. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒരു പെൺകുട്ടി കൊടുക്കുന്ന കാരണം യഥാർത്ഥത്തിൽ കേരളത്തിൽ വലിയ രീതിയിൽ ശാരീരിക ഉപദ്രവം ഏൽക്കേണ്ടി വരുന്ന പെൺകുട്ടികൾക്ക് പോലും ഇത്തരക്കാർ ഒരു വലിയ ദ്രോഹമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം യഥാർത്ഥത്തിൽ എന്താണ് പീഡനം എന്നത് മാധ്യമങ്ങളും പറയുന്നില്ല. ഒരാൾ തെറി വിളിച്ചത് പീഡനമാക്കി അവതരിപ്പിക്കുകയാണ്. കേൾക്കുന്ന ആൾക്കാർ എന്താണ് ചിന്തിക്കുക? ഈ പുരുഷൻ, ഇപ്പൊ ഞാനിത് പറയുന്നത് ഞാൻ ഒരു പുരുഷന് വേണ്ടിയല്ല പറയുന്നത്. കേൾക്കുന്ന സ്ത്രീകൾ ആലോചിക്കണം. നിങ്ങൾക്ക് അച്ഛനുണ്ട്, നിങ്ങൾക്ക് മകനുണ്ട്, നിങ്ങൾക്ക് ഭർത്താവുണ്ട്, നിങ്ങൾക്ക് സഹോദരനുണ്ട്, ഇവർക്കും ജീവിതമുണ്ട്. ഇത്തരത്തിൽ ഒരു പെൺകുട്ടി. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, രേവതി സമ്പത്ത് എന്ന് പറയുന്ന ഈ നടി ചൈനയിൽ MBBS പഠിക്കാൻ പോയ സമയത്ത് തന്റെ സഹപാഠിയുടെ നഗ്ന വീഡിയോ പകർത്തിയതിന്റെ പേരിൽ ഇവരെ ആ കോളേജിൽ നിന്ന് പുറത്താക്കിയതാണ്. ഇതൊക്കെ 2021 തന്നെ ഇത് യഥാർത്ഥത്തിൽ വന്ന കാര്യങ്ങളാണ്. ഇപ്പോ ഈ വിഷയങ്ങൾ ആളിക്കത്തിയ സമയത്ത് ഏറ്റവും പ്രമുഖനെന്ന് തോന്നിയ ഒരാൾക്കെതിരെ അവർ ഫസ്റ്റ് പോയിട്ടുണ്ട്. ഇനി രണ്ടാമത് പോയിട്ടുണ്ട്. 3, 4 ആരാണോ ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്നത് അവർക്കെതിരെ പറയാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇപ്പൊ സിദ്ദിഖിന്റെ ഭാഗത്തു നിന്ന് അവർക്കെതിരെ ശാരീരികമായിട്ടുള്ള ഉപദ്രവമാണ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിദ്ദിഖ് അമ്മസ്ഥാനം മാത്രമല്ല ജയിലിൽ കിടക്കണമെന്ന് ഞാൻ പറയാം. പക്ഷെ ഇതിന്റെ റിയാലിറ്റി പലപ്പോഴും മനസ്സിലാക്കണം. ഞാനീ പറഞ്ഞ സഹപാഠിയുടെ നഗ്ന ദൃശ്യം പകർത്തിയതിന്റെ പേരിൽ കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു നടി വന്നിരുന്നിട്ടാണ് ഇത് പറയുന്നത് എന്നുകൂടി നിങ്ങൾ ആലോചിക്കും. ഈ കാലഘട്ടത്തിൽ ഇത് പറയുമ്പോൾ ഇന്നലകളിൽ ഇവരുടെ ആക്ടിവിറ്റി കൂടി നിങ്ങൾ ആലോചിക്കുക. അതുകൊണ്ട് പീഡനം എന്ന് പറഞ്ഞ് ഒരു വാർത്ത പുറത്തേക്ക് വിടുന്ന സമയത്ത് നിങ്ങൾ ആരോപിക്കപ്പെടുന്ന ഒരു പുരുഷനും ജീവിതമുണ്ടെന്നും ആ പുരുഷനൊരു ഭാര്യയുണ്ടെന്നും ആ പുരുഷനൊരു മകളുണ്ടെന്നും കൂടി മനസ്സിലാക്കുക. ഒരു കാര്യം കൂടെ പറയാം, ഇവർ ആരോപണം ഉന്നയിച്ച ഒരു ചെറുപ്പക്കാരന്റെ ഭാര്യ ഈ വാർത്തയുടെ സത്യാവസ്ഥ അറിയുന്നതിന് മുൻപ് ആത്മഹത്യക്ക് കൂടി ശ്രമിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് തെമ്മാടിത്തരമാണ് ഇത്തരക്കാർ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു പെൺകുട്ടിക്ക് അർഹമായ നീതി ഈ കേരളത്തിൽ നിഷേധിക്കപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരാണ് അതിന് തടസ്സം നിൽക്കുന്നത്? അവർക്കെതിരെ ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാൻ വേണ്ടി ഇവിടെ ഗവൺമെന്റ് ഉണ്ട്, നിയമ സംവിധാനങ്ങളുണ്ട്. അപ്പൊ നിയമ സംവിധാനങ്ങളുടെ പുറകെ പോകാതെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ നിന്ന് ഞങ്ങളെ മാറ്റി നിർത്തും എന്നുള്ള ഒരു ഊഹാപോഹങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ച് വെച്ചുകൊണ്ട് ദയവ് ചെയ്ത് ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കാൻ നടക്കരുത്. യഥാർത്ഥത്തിൽ ഇവിടെ പീഡിപ്പിക്കുന്നവരെ തിരിച്ചറിയുക. മലയാള സിനിമ ശുദ്ധമാണെന്നോ മലയാള സിനിമയിൽ ആൾക്കാരെല്ലാം അങ്ങ് പെർഫെക്റ്റ് ആണെന്നോ ഒന്നും അല്ല ഞാനീ പറഞ്ഞു വരുന്നത്. ഇത് ഒരുപാട് പെൺകുട്ടികൾക്ക് മോശം അനുഭവങ്ങളും മോശമായിട്ടുള്ള സമീപനങ്ങളും ഉണ്ടായിട്ടുള്ള ഒരു മേഖലയാണ് മലയാള സിനിമയിലെ പല ആൾക്കാരിൽ നിന്നും. അവർക്കെതിരെ നിയമപരമായിട്ടുള്ള നടപടിക്ക് നിങ്ങൾ മുന്നോട്ട് പോവുക. നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ഗവൺമെന്റും തയ്യാറാവുക, പോലീസും തയ്യാറാവുക. മാധ്യമങ്ങൾക്ക് ഒരല്പം മാന്യത കാണിക്കാം. മനുഷ്യനാണെന്നുള്ള ഒരു പരിഗണന പുരുഷന്മാർക്ക് കൊടുക്കാം. ഞാനിത് പുരുഷന്മാരുടെ വക്താവായിട്ടൊന്നും സംസാരിച്ചതല്ല. ഇന്ന് രാവിലെ ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നി, എടാ ഇത് ഇത്തരത്തിൽ ഈ രീതിയിൽ വളച്ചൊടിച്ച് ഇപ്പൊ ഈ 3 ദിവസം കൊണ്ട് മാധ്യമങ്ങളിലൊക്കെ വാർത്ത പ്രചരിപ്പിച്ച് വെച്ച് ഒരു പുരുഷന്റെ ജീവിതം കംപ്ലീറ്റ്ലി തകർത്തതിന് ശേഷം ഈ പെൺകുട്ടി വന്നിരുന്നിട്ട് പറയുകയാണ്, അയ്യോ എന്നെ അയാൾ ശാരീരികമായിട്ടൊന്നും പീഡിപ്പിച്ചിട്ടൊന്നുമില്ല, പുള്ളി എന്നെ ചീത്ത വിളിച്ചതാ, പുള്ളി അല്ലെങ്കിൽ എന്നോട് ഈ സെറ്റിലേക്ക് വരരുതെന്ന് പറഞ്ഞതാ. ഇത് എത്ര പേര് പിന്നീട് തിരിച്ചറിയും? എത്ര പേര് യാഥാർത്ഥ്യം തിരിച്ചറിയും? അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ ഉദ്ദേശം സമൂഹത്തിൽ മാന്യമായ രീതിയിൽ ജീവിക്കാനുള്ള ഒരു അവസരം സൃഷ്ടിക്കലാണ് എല്ലാ സ്ത്രീകൾക്കും എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് പോരാടുക. അതിന്റെ അർത്ഥം സ്ത്രീകളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ അടച്ചാക്ഷേപിക്കാനോ പുരുഷന്മാരെല്ലാം കുഴപ്പക്കാരാണെന്ന് വരുത്തി തീർക്കാനോ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന സിനിമാക്കാരെല്ലാം കുഴപ്പക്കാരാണെന്ന് വർക്കാനില്ല. ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷ ഒരുക്കി കൊടുക്കുന്നത് ആ മേഖലയിലെ പുരുഷന്മാർ തന്നെയാണ്. ഇവരാരുമല്ല. ഈ WCC എന്തിന് തുടങ്ങി, WCC എന്തിന് സഞ്ചരിക്കുന്നു, എന്താണ് WCCയുടെ ലക്ഷ്യമെന്നും തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല. എന്റെ ഉള്ളിൽ വല്ലാണ്ടൊരു പെടച്ചിലുണ്ടാവും. അത്രയേറെ തെമ്മാടിത്തരങ്ങളാണ് മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകളിലൂടെ ഓരോ മനുഷ്യർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.